എടാ ശ്രുതി, എടോ നല്ല ചൂടല്ലേ എടോ, എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി തരുമോ? ഡ്രിങ്കോ? ആ, ഒരു സംഭവം ഉണ്ടേ, അത് കിളുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു സംഭവം ഉണ്ടാക്കി തരാം. എന്ത് സാധനം സംഭവം ഇട്ടിട്ടുണ്ട്, അത് കിളുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കാവേ. ഇവിടെ നോക്കട്ടെ, എങ്ങോട്ടായി പോണ സംഭവം കാണണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം ക്യാമറ. ഗുഹയിലോ? ഇതാണ് സംഭവേ. ഇതെന്തോ ഇത്? പുതിന. നമ്മുടെ പുതിന അഥവാ മിന്റ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ആ സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞത്. എന്തുവാണോ സ്പെഷ്യൽ? താൻ പറഞ്ഞ ചൂടിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും ഇത്. ഇപ്പൊ ഇതെന്റെ ഹെൽത്തിനും അത് നല്ലതായിരിക്കും വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ആ ഡ്രിങ്ക് ഉണ്ടാക്കാം. ഓക്കെ. ശ്രീജയ്ക്ക് നല്ല ചൂടെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാനപ്പോൾ എൻ്റെ മിൻ്റെല്ലാം ഞാൻ പറിച്ചിട്ടെടുത്തിട്ടുണ്ട്. അത് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത്രയും പറിച്ച് കേട്ടോ, തനിക്ക് വേണ്ടിയിട്ട് പറിച്ചെടുത്താണ് ഇപ്പോൾ. അപ്പോൾ ബാക്കി പരിപാടികൾ നോക്കാം നമുക്ക്. അപ്പോൾ അതെ, ഒരു 2 നാരങ്ങയും ഞാനെടുത്ത്, കുറച്ച് ഷുഗറും എടുത്ത്, പിന്നെ നമ്മുടെ തണുത്ത വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാമല്ലോ ബാക്കി. ഇപ്പോൾ നമ്മുടെ നാരങ്ങയുടെ തൊലി ഇങ്ങനെ ചെത്തിയൊക്കെ കളയുക. എന്നിട്ട് നമ്മളിത് രണ്ടായിട്ടിങ്ങനെ മുറിക്കുക. എന്നിട്ട് ഇതാ ഇതിനകത്തിരിക്കുന്ന ഈ കുരുവുണ്ട്, അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുത്തി നമ്മളിങ്ങനെ കളയണേ. ഇങ്ങനെ കത്തി വെച്ച് കുത്തുമ്പോൾ തന്നെ അത് പോയിക്കോളും. പഞ്ചസാരയുടെ അകത്തോട്ടാണ് വീഴുന്നത്, ഇത് മാറ്റി വയ്ക്കണം. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രിങ്കിന് കയ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുത്തി കളയുന്നത് കേട്ടോ. അതിൽ നടുക്കൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ആ ഒരു അല്ലി ഭാഗം മാത്രമായിട്ട് നമുക്കതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കരിഞ്ഞിങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. അപ്പം 4 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. മാത്രമല്ല, ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴും നമുക്ക് 2 നാരങ്ങയും മിൻ്റൊക്കെ നമുക്ക് പെട്ടെന്ന് കിളിപ്പിച്ചെടുക്കാം. അതായത് ഈ നമ്മൾ കടയിൽ നിന്ന് ഈ പുതിന വാങ്ങിക്കുന്ന സമയത്ത് അത് നമ്മൾ ഇങ്ങനെ മുറിച്ച് കളയുന്ന ഭാഗം കൊണ്ട് ഞാൻ ചുമ്മാതെ മണ്ണിൽ കുഴിച്ച് വെച്ചതാണേ കേട്ടോ. കുറച്ചിങ്ങോട്ട് അടുത്ത് നിൽക്കണോ, അല്ലെങ്കിൽ പറയുന്നത് വ്യക്തമാകത്തില്ല. കുറച്ചിങ്ങോട്ട് അടുത്ത് നിൽക്കും. അപ്പോഴേക്കും നമ്മൾ ഈ മിൻറ്റ് വാങ്ങിച്ച സമയത്തേ ഞാൻ അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കുഴിച്ച് വെച്ചതാണ്. അതിപ്പോൾ നിറയെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കിളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി നമുക്കിങ്ങനെ കുടിക്കണമെങ്കിൽ പിന്നെ കുടിക്കാം. മനസ്സിലായോ? മുറിച്ചെടുക്കാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കണ്ടോ, ആ കുരു ഇങ്ങനെ എടുത്ത് മാറ്റണം കേട്ടോ. കുഞ്ഞ് തരിയായിട്ടിരിക്കുന്ന കുരു പോലും അതിനകത്ത് ഉണ്ടാകരുത്. കാരണം കയ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരു എടുത്ത് മാറ്റാൻ പറയണത്. ഈ കുഞ്ഞാപ്പി കുരു വരെ എടുത്ത് നമ്മൾ മാറ്റുവാണേ കണ്ടോ. അതിനകത്ത് നല്ല വലിയൊരു കുരു വരുന്നത് താഴോട്ടിങ്ങനെ ഇറങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെയുള്ള കുരു എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞ് ഇടാം കണ്ടോ. കുരു ഒരെണ്ണം പോലും പാടില്ല കേട്ടോ. ഭയങ്കര ചൂട് സമയമായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനും തോന്നും. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കാനൊന്നും വലിയതായിട്ട് ആർക്കും തോന്നത്തില്ല. ഇവിടെ ഒരാളിന് യൂറിൻ സ്റ്റോണായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം മാത്രം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടുപ്പായിരിക്കുമല്ലോ വെള്ളം മാത്രം കുടിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതാ ഇങ്ങോട്ട് കാണിച്ചേ, എൻ്റെ നാരങ്ങ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ ഈ മിൻറ്റ് നമ്മൾ ഇടാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കഴുകണം. കണ്ടല്ലോ മിൻറ്റ്, എൻ്റെ മിൻറ്റ് ഞാൻ കഴുകിയെടുക്കട്ടെ ഗൈസ്. എനിക്ക് സങ്കടം വരുന്നു. വെള്ളം കുടിക്കാനാണെങ്കിൽ പോലും ഇതിനെ മുറിച്ചെടുത്തപ്പോൾ ഒരു സങ്കടം. നമ്മൾ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് സങ്കടം വരുമല്ലോ അല്ലേലും. അതിപ്പം എന്ത് ചെടിയാണെങ്കിലും നമുക്ക് സങ്കടം വരും. അപ്പം ഞാനിതൊന്ന് കഴുകിക്കൊണ്ടുവരാവേ. അപ്പോൾ എൻ്റെ ചെടി കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കുകയാണ് ശ്രീജ. അപ്പോൾ എൻ്റെ ചെടി എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. വാഴയുടെ അടിയിൽ ഞാൻ ഈ വാഴയുടെ അടിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംഭവമൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു വൈബല്ലേ. അപ്പോൾ ഞാനിങ്ങനെ
വെറുതെ അകത്തിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേക്കാളും നല്ലതായിട്ട് എനിക്കിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് ചെയ്യാനാണ് ഇഷ്ടം. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കൊച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെടിയിലും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്ന് ഓരോന്നേ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തു വെറുതെ പൈസ ചിലവുള്ള കാര്യമൊന്നും അല്ലല്ലോ, ഒരു നാരങ്ങയുടെ ചിലവല്ലേ ഉള്ളൂ എന്നോർത്ത് ചെയ്യാമെന്ന് ഓർക്കണം. അപ്പോൾ ഇത് രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര, അതെ പഞ്ചസാരയുടെ അകത്ത് നാരങ്ങയുടെ കുരുവൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പം അത് നമ്മൾ ഒരിക്കലും എടുക്കരുത്. അപ്പം നമ്മൾ അതിനകത്തേക്ക് ഇത് ഈ പഞ്ചസാരയെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഓരോരുത്തർക്കും ഓരോ മധുരമാണല്ലോ. എനിക്ക് നല്ല മധുരം വേണം ഗൈസ്. ചായയിലും മധുരം വേണം, എല്ലാത്തിനും മധുരം വേണം. മധുരം കഴിച്ച് എന്തെങ്കിലും രോഗം പിടിക്കുമോ എന്നറിയില്ല. മധുരം എനിക്കൊരു പ്രൈസാണ്. പല ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ ചായ എന്ന് പറയുമ്പോൾ അവരൊരു മീഡിയം മധുരത്തിൽ ആയിരിക്കും ചായ തരുന്നത്. പക്ഷേ പിന്നെ എനിക്കത് പറ്റാതെ വരുമ്പോഴത്തേക്കും ഞാൻ പിന്നെയും മധുരം ചോദിക്കാറുണ്ട്. അപ്പം അതുപോലെയാണ്. അപ്പോൾ ചായയിലൊക്കെ മധുരം കുടിക്കുമ്പോഴത്തേക്കും ജ്യൂസിൽ എന്തായാലും ഞാൻ മധുരം ഇടുമെന്ന് അറിയാമേ. അപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർക്കും ജ്യൂസിനൊക്കെ നല്ല മധുരം വേണ്ടവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മധുരമൊക്കെ കണക്കാക്കി എടുക്കുക. എന്നാലും ഓവറായിട്ട് മധുരം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആരാ പറയുന്നത്? ഞാൻ തന്നെ. അപ്പോൾ അതിലേക്ക് നമുക്കിനി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ കഴിച്ചു. നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചുകൊണ്ട് തണുപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ തണുപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ചൂടായതുകൊണ്ട് അത്യാവശ്യം തണുപ്പ് എടുക്കാം. ഇതേ കണ്ടോ, സൂം ചെയ്ത് കാണിച്ചെടുത്ത് ശ്രീജ വെള്ളം വീഴുന്ന കണ്ടോ, ഒരു ഫ്ലോ കണ്ടോ വെള്ളത്തിൻ്റെ, കണ്ടോ? ഇത്ര മതിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ സംഭവം, കൊള്ളാം അല്ലേ? അപ്പം നമ്മൾ ഇനി ദീപനെ അടിച്ചെടുത്തിട്ട് വരാൻ. അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. പുതിന ആൻഡ് ലെമൺ ജ്യൂസാണിത്. അപ്പം ശ്രീജാക്ക് നമ്മൾ കൊടുത്തു കേട്ടോ. ശ്രീജാക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ച് നിൽക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് അവളത് കുറേ കുടിച്ചു. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നതാണ്. ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ലൈക്ക് ആ പുതിനയുടെ ടേസ്റ്റ് കുറച്ചും കൂടെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഈ ലൈം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഓർത്തിരുന്നത് ഈ തൊലിയും കൂടെ ചേർത്താണല്ലോ നമ്മളിത് അടിക്കുന്നത്. അപ്പം കഴിക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സൂപ്പർ സാധനമാണെന്ന്. സത്യം പറഞ്ഞാൽ കടയിലൊക്കെ ഒരു ലൈം ജ്യൂസിന് നമ്മൾ എങ്ങനെ പോയാലും 40 രൂപ 50 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ച് കുടിച്ചിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പുതിനയൊക്കെ വാങ്ങിക്കുമ്പോൾ വീട്ടിലൊരു തണ്ടൊക്കെ വെച്ച് കിളിപ്പിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ലൈമൊക്കെ വാങ്ങിച്ച് ഈ സംഭവം ഈ പുതിനയുടെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ലൈം ജ്യൂസിൽ നമ്മൾ ചേർക്കുന്ന സമയത്ത്. സൂപ്പർ ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. നല്ല തണുപ്പ് പോലത്തൊരു ഫീലാണ് തോന്നുന്നത്. മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ചൂട് കാലം കഴിയുന്നതിന് മുമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കേണ്ടിയിരിക്കുന്നത്.